സംസ്ഥാനത്തെ ശിശുമരണ നിരക്ക് ചരിത്രത്തിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ള ഘട്ടമാണ് ഇതെന്നും കുഞ്ഞുങ്ങളെ രോഗങ്ങളിൽ നിന്നും മുക്തരാക്കുക, അതിനുള്ള പ്രതിരോധശേഷിയുള്ളവരാക്കുക എന്നത് വളരെ പ്രധാനമാണെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. പത്തനംതിട്ട കോഴഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 5 വയസ്സിനു താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കൾ പോളിയോ നിർമ്മാർജ്ജന തീവ്രയത്നത്തിൽ പങ്കാളികളാകണമെന്നും ഇക്കാര്യത്തിൽ മാതാപിതാക്കളുടെയും സമൂഹത്തിൻ്റെയും റോൾ വളരെ നിർണായകമാണെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തെ ശിശുമരണ നിരക്ക് 5 ആണെന്നും നവജാത ശിശുമരണ നിരക്ക് 3-നും 4-നും ഇടയ്ക്കാണെന്നും അത് വീണ്ടും കുറയ്ക്കാനുള്ള ശ്രമമാണ് നടന്നുവരുന്നതെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യ പ്രവർത്തകരുടെ അക്ഷീണമായ പ്രവർത്തനവും ജനപ്രതിനിധികൾ അടക്കമുള്ള പൊതുസമൂഹവും ഇതിനായി വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇടുക്കി ഒഴികെയുള്ള 13 ജില്ലകളിലെ 3 മുതൽ 5 ദിവസം പ്രായമായ കുഞ്ഞുങ്ങൾക്ക് ഉൾപ്പെടെ 5 വയസ്സുവരെയുള്ള 21,11,1010 കുഞ്ഞുങ്ങൾക്കാണ് പ്രത്യേകം സജ്ജീകരിച്ച 22,383 പോളിയോ ബൂത്തുകൾ വഴി തുള്ളിമരുന്ന് നൽകുക. ഇന്ന് തുള്ളിമരുന്ന് നൽകാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് നാളെയും മറ്റന്നാളുമായി വോളണ്ടിയർമാർ വീടുകളിലെത്തി തുള്ളിമരുന്ന് നൽകും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന, ലോകാരോഗ്യ സംഘടനാ പ്രതിനിധികളായ ഡോക്ടർ ആശാ രാഘവൻ, ഡോക്ടർ സൈറ ഭാനു, ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ V മീനാക്ഷി തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുവായിട്ട് മാതാപിതാക്കളുടെ റോൾ വളരെ വളരെ നിർണായകമാണ്. മാതാപിതാക്കളുടെയും അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ ഒന്നാകെയുള്ള റോൾ വളരെ വളരെ നിർണായകമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് നാം കാണണം. നമ്മൾ എല്ലാ റുട്ടീൻ വാക്സിനുകളും എടുത്തിട്ടുണ്ടെങ്കിലും പൾസ് പോളിയോ വാക്സിൻ എടുക്കുന്ന തുള്ളിമരുന്ന് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബൂത്തുകളിൽ പോയി എല്ലാ മാതാപിതാക്കളും ഈ ദിവസങ്ങളിൽ ഇന്ന് തുള്ളിമരുന്ന് സ്വീകരിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കണം. തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞിനെ രോഗങ്ങളിൽ നിന്ന് അത് മുക്തരാക്കുക, അവരെ അതിന്റെ പ്രതിരോധശേഷി ഉള്ളവരാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മുടെ സംസ്ഥാനത്തെ ശിശുമരണ നിരക്ക് ചരിത്രത്തിലെ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ശിശുമരണ നിരക്ക് 5 ആണ്. 5 എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് അത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് നമ്മൾ ചോദിച്ചാൽ, അല്ലെങ്കിൽ അതിന് നമ്മൾ പറയുന്ന ഒരു കാര്യം, അമേരിക്കൻ ഐക്യനാടുകളുടെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് 5.6 ആണ്. കേരളത്തിൻ്റെത് 5 ആണ് എന്നുള്ളത് കാണുക. തീർച്ചയായിട്ടും എന്റെ എല്ലാ പ്രിയപ്പെട്ട എല്ലാവരും, നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യ പ്രവർത്തകർ, അക്ഷീണമായി പ്രവർത്തിക്കുന്ന, അതോടൊപ്പം തന്നെ പൊതുസമൂഹം, ഇപ്പൊ തന്നെ ഈ വേദി കണ്ടില്ലേ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ, പഞ്ചായത്ത് പ്രസിഡന്റ്, 2 ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികൾ ഉൾപ്പെടെ, നമ്മുടെ വാർഡ് മെമ്പേഴ്സ് ഉൾപ്പെടെ, ഇപ്പോ എല്ലാവരും ഇവിടെ സന്നിഹിതരാണ്. അങ്ങനെ ജനപ്രതിനിധികളുടെ ജനകീയമായിട്ടുള്ള കൂട്ടായ്മയിലൂടെയാണ് ഇത് സാധ്യമായിട്ടുള്ളത്. അത് ഇനിയും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. നിയോനേറ്റൽ മോർട്ടാലിറ്റി, നവജാത ശിശു മരണനിരക്ക് 3-നും 4-നും ഇടയിലാണ് നമ്മുടെ. അത് വീണ്ടും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ഡയറക്ടർ ഹെൽത്ത് സർവീസസ് ഉൾപ്പെടെ ഡോക്ടർ മീനാക്ഷിയൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അത് സംസ്ഥാനം എത്രത്തോളം പ്രാധാന്യത്തോടെയാണ് നമ്മുടെ ഈ ഒരു പരിപാടിയിൽ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയെ കാണുന്നത് എന്നുള്ളതിന്റെ ഉദാഹരണം കൂടിയാണ്.